എൻ.കെ. പ്രേമചന്ദ്രൻ MP അങ്ങുൾപ്പെടുന്ന പ്രതിപക്ഷ നിരയിലെ MPമാരുടെ സംഘം ഛത്തീസ്ഗഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ഇടപെടലുകൾ നടത്താൻ കഴിയും? ഇടപെടലുകൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. നേരത്തെ തന്നെ പ്രതിപക്ഷ നിരയിലെയും ഭരണപക്ഷത്തു നിന്നുള്ള ഇപ്പോൾ BJPയുടെ സംസ്ഥാനത്ത് കുറച്ച് പ്രതിനിധികളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ അതിന് മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. ഇപ്പോൾ MPമാരുടെ സംഘം എങ്ങനെ ഇടപെടാൻ ശ്രമിക്കുന്നു? എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്? ഞങ്ങൾ പ്രധാനമായും ജയിലിൽ കഴിയുന്ന ബഹുമാന്യരായ രണ്ട് കന്യാസ്ത്രീ സഹോദരിമാരെ നേരിൽ കാണാനും അവരുമായി നേരിൽ വസ്തുതകൾ വിവരങ്ങൾ ആരായാനും അന്വേഷിക്കാനും ഇവിടെ പ്രധാനമായും ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ബിഷപ്പും വൈദിക ശ്രേഷ്ഠരായിട്ടുള്ളവരെയും നേരിൽ കണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട്. അവരുടെ കൂടി അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഭരണാധികാരികളുമായി കൂടി വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. ജയിലിലുള്ള സന്ദർശനത്തിലുള്ള അപ്പോയിന്റ്മെന്റ് ഇതിനകം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്തുനിന്ന് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു പുതിയ വ്യാഖ്യാനവുമായി രംഗത്ത് വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇതിന്റെ നിജസ്ഥിതി എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടാനും അത് പാർലമെന്റ് കേന്ദ്ര ഗവൺമെന്റിൽ ശ്രീ അമിത്ഷാ അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവരശേഖരണത്തിന്റെയും വസ്തുതകൾ ബോധ്യപ്പെടുന്നതിന്റെയും ഭാഗമായിട്ടാണ് MPമാരുടെ ഒരു പ്രതിനിധി സംഘം AICC ഡെലിഗേഷന്റെ ഭാഗമായി ഞങ്ങളും കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 11:45 12 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് ജയിൽ അധികൃതർ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. അവരെ നേരിൽ കണ്ട് സംസാരിക്കാൻ, അതുപോലെ ഞങ്ങളോടൊപ്പം ഉള്ള വനിതാ AICCയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വനിതാ പ്രമുഖികൾ ജയിലിനകത്ത് പോയി അവരെ കാണാനുള്ള അനുമതി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ അവരെ, അതുപോലെ അവരുടെ സഹോദരങ്ങൾ, നാട്ടിൽ നിന്ന് രണ്ട് സിസ്റ്റേഴ്സിന്റെയും സഹോദരങ്ങൾ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ എത്തിയിട്ടുണ്ട്. അവരും ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ കാര്യത്തിൽ അതുപോലെ തന്നെ ബിഷപ്പുമായും വൈദിക ശ്രേഷ്ഠരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഗവൺമെന്റിനെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗവൺമെന്റിനെ കണ്ട് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനുള്ള പരിശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായും ഈ ഡെലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ലഭ്യമാകുന്ന വിവരങ്ങൾ നടക്കുന്നത് അടിയന്തരമായി ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം എന്നതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. ദേശീയ തലത്തിലെ ഈ വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷവും സഭയുമൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു ഗൗരവമുള്ള വിഷയമായി തന്നെ ഇപ്പോൾ സർക്കാരുകളുടെ മുന്നിലുമുണ്ടല്ലോ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടെന്നൊരു അയവ് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരം സൂചനകളുണ്ടോ? അത്തരം ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഇന്നലെ കാണാൻ ഞങ്ങൾ ശ്രമിച്ചു, നടന്നില്ല. രേഖാമൂലം അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയെ കാണുന്നതിന് വേണ്ടി. പക്ഷെ ഇന്നലത്തെ BJPയുടെ ചാനൽ ചർച്ചകളിൽ അവരുടെ പ്രതികരണവും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചാൽ ഒരാസൂത്രിതമായിട്ടുള്ള നീക്കമുണ്ടോ എന്ന ആശങ്ക ഈ അവസരത്തിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ നിയമത്തിന്റെ വഴിക്ക് പോകും, അനധികൃതമായിട്ടുള്ള ഇടപെടലുകളുടെ ആവശ്യമില്ല എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയതായി കണ്ടു. ഒരു വസ്തുത കോടതിയുടെ പരിഗണനയിൽ അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് അത്തരത്തിലൊരു നിരീക്ഷണം നടത്തുന്നത്? അതുപോലെ തന്നെ ഇന്നലെ ഞാൻ തന്നെ പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ പ്രതിനിധിയെല്ലാം അതിശക്തമായി ന്യായീകരിക്കുകയാണ്, ഈ പ്രശ്നത്തെ ന്യായീകരിക്കുകയാണ്. ആദിവാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ജോലി കൊടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും വേണ്ടി കന്യാസ്ത്രീ സഹോദരിമാർ ഉപയോഗിക്കുന്നു എന്ന നിലയിലുള്ള പരിപ്രേക്ഷ്യമാണ് അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭാഗത്ത് അവരുടെ സംരക്ഷണം അവകാശപ്പെടുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണെന്ന നിലയിൽ ക്രൈസ്തവർക്കൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നേതൃത്വത്തിൽ മറ്റൊരു സംഘവും ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് ചേരുന്നത്? ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. അല്ല, അതാണ് ഏറ്റവും വലിയ ഞങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, സ്വാഭാവികമാണ്. BJPയും ഞങ്ങളുടെ പ്രതിനിധി സംഘവും തമ്മിലുള്ള വൈരുദ്ധ്യമുണ്ട്. പക്ഷെ വൈരുദ്ധ്യം അതല്ല. വൈരുദ്ധ്യം ഒരു ഭാഗത്ത് അവർ ഈ സംഭവത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സംരക്ഷണം അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പ്രതിനിധികളോട് വരികയും ചെയ്യുന്നതിലാണ് വൈരുദ്ധ്യം. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചകളിലൊക്കെ BJPയുടെ പ്രതിനിധികൾ എടുത്ത നിലപാടെന്താണ്?
ഛത്തീസ്ഗഡ് സംസ്ഥാന മുഖ്യമന്ത്രി എടുത്ത നിലപാടത്താണ്. അങ്ങനൊരു കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുകയും അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം, BJP-യുടെ അഖിലേന്ത്യാ പ്രതിനിധിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം തന്നെയാണ് വന്ന് കാണുകയും ചെയ്യുമ്പോൾ വേട്ടക്കാരനോടൊപ്പം ഇരയോടൊപ്പവും അതുപോലെ വേട്ടക്കാരനോടൊപ്പവും എന്ന് പറയുന്നതിന് തുല്യമല്ലേ? സത്യത്തിൽ ഇതാണ് BJP കാര്യത്തിൽ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ്. ഞങ്ങളിതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല. ഇപ്പൊ സമീപ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ, 2 വൈദികർക്കുണ്ടായ അനുഭവം പരിശോധിച്ചാൽ ധാരാളം സംഭവവാസങ്ങൾ. ഒരു ക്രൈസ്തവ വൈദികനെ കൊല ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 3 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ ഇനാം നൽകുമെന്ന് പ്രഖ്യാപിച്ച പാർലമെന്റ് അംഗം, BJP-യുടെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് ഈ സംസ്ഥാനങ്ങൾ ഈ കാലം കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതായിട്ടുണ്ട്. ഇത് കേവലം ഡോക്യുമെന്റ്സ് ഇല്ലാത്തതിന്റെ പേരിലോ ആധാർ ഇല്ലാത്തതിന്റെ പേരിലോ അതല്ല എന്തുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ലാത്തതിന്റെ പേരിലോ ഒന്നുമല്ല. മനുഷ്യക്കടത്ത് ആരോപിച്ച്, മതപരിവർത്തനം ആരോപിച്ച് ഈ മിഷണറി പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇനി ആരും മുന്നോട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതവും ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് ന്യായമായും സംശയിക്കുകയാണ്. അത് ന്യായമായ സംശയമാണ്. ഒരേ സമയം വേട്ടക്കാർക്കൊപ്പം അതേസമയം ഇരയ്ക്കൊപ്പം എന്ന പ്രതീതിയും സൃഷ്ടിക്കുന്ന തരത്തിലാണ് BJP നേതാക്കളുടെ പ്രതികരണങ്ങളും പ്രവൃത്തിയും വരുന്നത്. ഇപ്പോൾ BJP-യുടെ സംസ്ഥാനത്തു നിന്നുള്ള സംഘം കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ സംഭവിച്ചതെല്ലാം ന്യായയുക്തമായ നിയമപരമായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് അങ്ങ് പറഞ്ഞതുപോലെ 2 നിലപാട്, ഇരട്ട നിലപാട് എല്ലാവർക്കും തോന്നുന്നത്. എന്തായാലും അനുകൂലമായ സമീപനം ഉണ്ടാകും. അത്തരം ചില വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഈ സംഘത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്ന് കരുതാം. നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.